കോഴിക്കോട് ജില്ലയിലെ തന്നെ പ്രമുഖ തിയേറ്ററാണ് അപ്സര തിയേറ്റർ. ഒരു ബാൽക്കണി തിയേറ്ററാണ്. നമ്മുടെ കേരളത്തിലെ 1000 സീറ്റിംഗ് കപ്പാസിറ്റി മുകളിലുള്ള തിയേറ്ററുകളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിലേ അതിലൊന്ന് നമ്മുടെ കോഴിക്കോട് അപ്സര തിയേറ്ററാണ്. അപ്പോൾ അവതാർ 2-ന് മുന്നോടിയായിട്ട് തിയേറ്ററിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കോഴിക്കോട് അപ്സര തിയേറ്ററിന്റെ പ്രത്യേകതകളാണ്. അപ്പോൾ നമുക്കേ ആദ്യം തന്നെ സീറ്റിന്റെ എണ്ണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ പറഞ്ഞല്ലോ ഒരു ബാൽക്കണി തിയേറ്ററാണ്. അപ്പോൾ ഇവിടെ 2 കാറ്റഗറി ഓഫ് സീറ്റ്സ് ആണ് വരുന്നത്, ഫസ്റ്റ് ക്ലാസ് ആൻഡ് ബാൽക്കണി. ഫസ്റ്റ് ക്ലാസ് കാറ്റഗറിയിൽ മാത്രമായിട്ട് 803 സീറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ബാൽക്കണി കാറ്റഗറിയിൽ 210 സീറ്റുമാണ് വരുന്നത്. അങ്ങനെ ആകെ മൊത്തം നമ്മുടെ കോഴിക്കോട് അപ്സര തിയേറ്ററിൽ വരുന്ന സീറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1013 അപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തുമാത്രം വലിയൊരു ഹോളായിരിക്കും. അപ്പം നല്ല ഹൈപ്പൊക്കെ ഉള്ള സിനിമകൾ വരുന്ന സമയത്തെ ഒരു ഷോ ഹൗസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ വിറ്റുപോകുന്ന ടിക്കറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1013, അതും ഒരൊറ്റ ഷോയ്ക്ക്. ഇനി നമുക്ക് പ്രൊജക്ടർ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ സൗണ്ടിന്റെ കാര്യം നോക്കാം. അപ്പോൾ ഇവിടെ ക്രിസ്റ്റിയുടെ 4K പ്രൊജക്ടറാണ് ഉപയോഗിക്കുന്നത്. കൃത്യമായിട്ട് മോഡൽ പറയുകയാണെങ്കിൽ ക്രിസ്റ്റിയുടെ 4230 എന്ന് പറഞ്ഞ മോഡലാണ് ഈ ഒരു തിയേറ്റർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സൗണ്ടിന്റെ കാര്യം പറയുന്ന സമയത്ത് ഡോൾബി 7.1 സൗണ്ട് ഫോർമാറ്റ് ആണ് നമ്മുടെ കോഴിക്കോട് അപ്സര തിയേറ്റർ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ അവതാർ 2-ന്റെ റിലീസിന് മുന്നോടിയായിട്ട് തിയേറ്ററിന്റെ സ്ക്രീനൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്ക്രീനിന്റെ കാര്യം പറയുന്ന സമയത്ത് ഹാർക്കൻസിന്റെ ക്ലാരസ് 2.9 സ്ക്രീനാണ് ഈ ഒരു തിയേറ്ററിൽ ഉപയോഗിക്കുന്നത്. ഇനി സൈസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ 55x22 ഫീറ്റ് സ്ക്രീനാണ് നമ്മുടെ കോഴിക്കോട് അപ്സര തിയേറ്ററിൽ വരുന്നത് കേട്ടോ. ഇനി 3Dയുടെ കാര്യം നോക്കുവാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 3D സിനിമ കാണാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ബീം 3D സിസ്റ്റമാണ് ഈ ഒരു തിയേറ്ററിൽ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് അവിടുത്തെ ടിക്കറ്റ് ചാർജ് ആണ്. അപ്പം ഈ ഒരു ക്രിസ്റ്റി 4K പ്രൊജക്ഷൻ പ്ലസ് ഡോൾബി 7.1-ന് ഈ ഒരു തിയേറ്റർ ഈടാക്കുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് കാറ്റഗറിക്ക് 110 രൂപയാണ് ഈ ഒരു തിയേറ്ററിൽ ഈടാക്കുന്ന ടിക്കറ്റ് ചാർജ്. അതുപോലെ തന്നെ ബാൽക്കണിക്ക് 160 രൂപയാണ് നമ്മുടെ കോഴിക്കോട് അപ്സര തിയേറ്ററിൽ ഈടാക്കുന്ന ടിക്കറ്റ് ചാർജ്. അപ്പോൾ അവതാർ 2-ന് ശേഷം നിങ്ങൾ അവിടെ പോയി സിനിമ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക്, ജെന്യൂൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ആ ഒരു 4K പ്രൊജക്ഷന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ സറൗണ്ട് എക്സ്പീരിയൻസും പിന്നെ ആ ഒരു സ്ക്രീനിന്റെ ക്വാളിറ്റി ഒക്കെ ഒന്ന് കമന്റ് ചെയ്തേരെ. ഇനി നിങ്ങൾക്ക് കോഴിക്കോട് അപ്സര തിയേറ്ററിൽ നിന്ന് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റിനും അതുപോലെ തന്നെ Paytm എന്ന 2 ആപ്പുകൾ യൂസ് ചെയ്തുകൊണ്ട് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.